35 വർഷമായിട്ട് ഇടതുപക്ഷ ആശയമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ സമീപകാലങ്ങളിൽ ഇടതുപക്ഷം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പോലും ലജ്ജിപ്പിച്ചുകൊണ്ട് വർഗീയതയും ആ വർഗീയപരമായ രീതിയിലുള്ള കൺസോൾട്ടേഷൻസ് നടത്താൻ ശ്രമിക്കുകയും മറ്റ് ചിലതിനെ വർഗീയപരമായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ഇന്നലകളിൽ വഴിയാ വന്നവരും ഈ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവർക്കൊക്കെ ഉന്നത പദവികൾ കൊടുത്ത് ആദരിക്കുന്നു. എന്തുകൊണ്ട് റെജി ലൂക്കോസ് നിങ്ങളെ ചെറിയ രീതിയിൽ പോലും പരിഗണിക്കാത്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു മാനസിക പക്ഷേ ഏറ്റവും വലിയ ദുഃഖം അവഗണനയാണ്. ആ അവഗണനയുടെ ഒരു പ്രതിഫലനം ഈ അടുത്ത കാലത്ത് എന്നെ വല്ലാതെ ബാധിച്ചു. കാരണം അത്രയ്ക്ക് പ്രഷർ ഒരുപാട് ആളുകളിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത് അണിഞ്ഞിരുന്ന മതേതര സത്യസന്ധമായിട്ടുള്ള അവരുടെ മനസ്സ് അത് ഇടിഞ്ഞു പോയിരിക്കുന്നു. റെജി ലൂക്കോസ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. 35 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ രാഷ്ട്രീയ ദൂരമല്ല. ഇന്നലെ വരെ CPM-നെ അതിശക്തമായി പിന്തുണച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. ഏറെ പ്രതിരോധിച്ച ഒരു മുന്നണിയിലേക്കാണ് ഇങ്ങനെ ഒരു ചുവടുമാറ്റം നടത്തുന്നത്. എന്താണ് അതിന് പിന്നിലെ കാരണം? ഈ 35 വർഷം ഞാൻ ഈ പാർട്ടിയുടെ സജീവ അംഗമൊന്നുമല്ലായിരുന്നു. 35 വർഷമായിട്ട് ഇടതുപക്ഷ ആശയമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. നാട്ടിൽ ജീവിച്ചപ്പോഴും ഇപ്പോഴും വിദേശത്ത് ജീവിച്ചപ്പോഴെല്ലാം ഞാൻ എഴുതുന്ന എൻ്റെ ലേഖനങ്ങളിലും എൻ്റെ യാത്രാവിവരങ്ങളിലൊക്കെ ഇടതുപക്ഷ ആശയങ്ങളിലൂടെ ഞാൻ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. ഞാൻ ടെലിവിഷൻ ചാനലിൽ എൻ്റെ യാത്ര തുടങ്ങുന്നത് 2000-ലാണ്. കൈരളി ചാനലിൽ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ചരിത്ര പരമ്പര ചെയ്തത് ഞാനാണ്. കാരണം അതിന് മുമ്പ് വേറെ ചാനലുകൾ അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇപ്പം പിന്നെ എല്ലാ ദിവസവും അതാണല്ലോ. അങ്ങനെ ഞാൻ വന്നു. പിന്നെ ആനക്കാര്യം ചെയ്തു, മെഗാസിൽ ആനകളെക്കുറിച്ച്. അത് കഴിഞ്ഞ് ഞാൻ അമേരിക്കയ്ക്ക് പോയി. ചെറിയ കുറേ വർഷങ്ങൾ മാത്രം ജോലി ചെയ്തിട്ട് അവിടെ ഞാൻ അവിടുത്തെ പത്രങ്ങളിൽ സ്ഥിരം കോളം ചെയ്യുമായിരുന്നു. ഞാൻ മടങ്ങി വന്നതിന് ശേഷം ഞാൻ ബിസിനസ് തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷ സഹയാത്രികനായി എൻ്റെ സംവാദങ്ങളും എൻ്റെ എഴുത്തുകളും തുടർന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ പറയുന്ന രീതിയിലുള്ള ഈ പരിവർത്തനങ്ങളൊന്നും ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തൊന്നുമല്ല. പക്ഷേ ഏതൊരു മനുഷ്യനും ഒരു മാറ്റം ആഗ്രഹിക്കും. ആ മാറ്റം ഞാൻ ആഗ്രഹിക്കാൻ കാരണം എന്തിനു വേണ്ടിയിട്ടാണോ ഇടതുപക്ഷം നമ്മളെ പഠിപ്പിച്ചത്, പുരോഗമന ആശയങ്ങൾക്ക് വേണ്ടിയിട്ടും മതേതരത്തിന് വേണ്ടിയിട്ടും മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടുമുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ച് കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക് ഒരു പരിധിവരെ സ്ട്രെങ്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് ഇടതുപക്ഷം തന്നെയാണ്. പക്ഷേ ഈ സമീപകാലങ്ങളിൽ ഇടതുപക്ഷം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പോലും ലജ്ജിപ്പിച്ചുകൊണ്ട് വർഗീയതയും ആ വർഗീയപരമായ രീതിയിലുള്ള കൺസോൾട്ടേഷൻസ് നടത്താൻ ശ്രമിക്കുകയും മറ്റ് ചിലതിനെ വർഗീയപരമായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ യാത്രകളിലും ഞാൻ എൻ്റെ നിരീക്ഷണങ്ങളിലും ഈ രാജ്യത്തിൻ്റെ വികസനവും ആ വികസനത്തോടൊപ്പം കേരളം സഞ്ചരിക്കണമെങ്കിൽ ഇനി ഈ പറയുന്ന UDF-ഓ LDF-നെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് എനിക്ക് ബോധ്യമായി. എനിക്ക് മാത്രമല്ല, ഞാൻ സമ്പാദിക്കുന്ന യുവതലമുറയ്ക്കെല്ലാം അത് തന്നെയാണ്. അപ്പോൾ ചെറുപ്പത്തിൻ്റെ മനസ്സുമായി യുവാക്കളോടൊപ്പം യുവതയോടൊപ്പം സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ പുതിയ തലമുറയുടെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിച്ചില്ല എങ്കിൽ ഞാനൊരു കാരണപ്പെട്ട വ്യക്തിയാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്, അല്ലാണ്ട് എൻ്റെ പ്രസ്ഥാനത്തിനോടെ ഞാൻ തള്ളിക്കളഞ്ഞുകൊണ്ടോ അതിനെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷേ ഇന്നീ നിമിഷം മുതൽ BJP എന്ന് പറയുന്ന ആശയത്തിനോടും നരേന്ദ്രമോദി എന്ന് പറയുന്ന ശക്തനായ പ്രധാനമന്ത്രിക്കൊപ്പം ഈ കേരളം സഞ്ചരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ഇന്നലെ വരെ ഉണ്ടായിരുന്ന എൻ്റെ കാഴ്ചപ്പാട് ഞാൻ ഇന്നലെ വൈകിട്ട് ആ പുസ്തകം മടക്കി വെച്ചു. ഇന്ന് രാവിലെ ഞാൻ BJP ചേർന്നു. ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ എനിക്ക് അംഗത്വം തന്നു. ഇന്ന് ഈ നിമിഷം മുതൽ ഇനി ഒരു കാര്യം പറയാം, ഞാൻ ഇതിനു മുമ്പ് വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രവർത്തിച്ചിട്ടില്ല. അല്ല, കളം മാറുന്ന പോലെ തന്നെ ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് ചാടി ആ പരിപാടിയൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, ഞാൻ രാഷ്ട്രീയ ഒരു ബിസിനസ്സായിട്ട് എടുക്കാത്ത ഒരാളാണ്. ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നും ഞാനൊരു ഡിമാൻഡും ഇല്ലാതുകൊണ്ടാണ് ഈ പാർട്ടി വന്ന് ചേർന്നത്. എനിക്ക് പാർട്ടി അംഗത്വം കഴിഞ്ഞ് 7 വർഷമായിട്ടുണ്ടായിരുന്നു. ചാനൽ ചർച്ചകളിൽ ഈ CPM-നെ വളരെയധികം പിന്തുണച്ച ഒരു വ്യക്തിയാണല്ലോ. ഈ ചാനൽ ചർച്ചകളിലെ പിന്തുണകളിലൂടെ അല്ലെങ്കിൽ ഈ CPM-ന്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ ചാനൽ ചർച്ചകളിലെ സജീവ പങ്കാളിത്തത്തിൽ ഉപരിയായിട്ട് പാർട്ടിയിൽ കൃത്യമായിട്ടൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല, പരിഗണന ഉണ്ടായിട്ടില്ല എന്ന് കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് എൻ്റെ പല ആത്മസുഹൃത്തുക്കളും പല ഉന്നതങ്ങളിലുള്ളവരും എന്നോട് ചോദിക്കാറുണ്ട്. ഇന്നലകളിൽ വഴിയാ വന്നവരും ഈ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവർക്കൊക്കെ ഉന്നത പദവികൾ കൊടുത്ത് ആദരിക്കുന്നു. എന്തുകൊണ്ട് റെജി ലൂക്കോസ് നിങ്ങളെ ചെറിയ രീതിയിൽ പോലും പരിഗണിക്കാത്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവരുമായിട്ട് ഈ ആശയപരമായിട്ട് പറയും. ഞാനിതൊന്നും ആഗ്രഹിച്ച് പറയുന്നുള്ളൂ, എൻ്റെ ആശയങ്ങളാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. പിന്നെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അത് ഇടതുപക്ഷം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഇല്ലൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ തന്നെ അതിൻ്റെ ഒരു വക്താവായിട്ട് പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്. ആ ചോദ്യങ്ങൾ പ്രസക്തമാണ്. അങ്ങനെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പലരും എന്നോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പതിയെ എനിക്കും തോന്നി. കാരണം ഒരു മനുഷ്യൻ ജീവിക്കുന്നത് മുന്നോട്ട് പോകാനാണ്, പുറകോട്ട് പോകാനായിട്ട് ആരെങ്കിലും ജീവിക്കുമോ?
അപ്പം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ മുൻപോട്ടുള്ള യാത്രയെ ഒപ്പം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും അവഗണന ഒരു മാനസിക പക്ഷേ ഏറ്റവും വലിയ ദുഃഖം അവഗണനയാണ്. ആ അവഗണനയുടെ ഒരു പ്രതിഫലനം ഈ അടുത്ത കാലത്ത് എന്നെ വല്ലാതെ ബാധിച്ചു. കാരണം അത്രയ്ക്ക് പ്രഷർ ഒരുപാട് ആളുകളിൽ നിന്നുണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, CPM-നോട് ഞാൻ ഈ സഹയാത്രികനായിട്ട് ചാനൽ വരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷത്തിന് 12-13 വർഷമായി. എനിക്ക് ശേഷം അല്ലെങ്കിൽ ഈ 13 വർഷത്തിനിടയ്ക്ക് തലേദിവസം വരെ ഈ പാർട്ടിയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച ആൾ പിറ്റേ ദിവസം പാർട്ടി വന്നിട്ട് ഔദ്യോഗിക വ്യക്തമായ ചരിത്രമുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വിഷമം തോന്നും. മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പറഞ്ഞൊരു വാചകമുണ്ട്, പഴകിയ ദ്രവിച്ച ആശയങ്ങളോടൊപ്പം ഇനി സഞ്ചരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. ഈ പാർട്ടി എന്ന നിലയിൽ ഇടതുപക്ഷം, നമ്മൾ ജനപക്ഷം എന്നൊക്കെ പറയാറുണ്ട് പല സന്ദർഭങ്ങളിലും, എന്തെല്ലാം മാറ്റങ്ങളാണ് ആശയപരമായി ഇനി വരുത്തേണ്ടത്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത് അണിഞ്ഞിരുന്ന മതേതര സത്യസന്ധമായിട്ടുള്ള അവരുടെ മനസ്സ് അത് ഇടിഞ്ഞു പോയിരിക്കുന്നു. ഒരു മൂന്നാം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വർഗീയത ആളിക്കെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടപ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് ചെയ്യും. അത് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കത്തില്ല. ഇനി ഏതെല്ലാം രീതിയിലുള്ള പ്രചരണങ്ങളും പ്രകടനങ്ങളും അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങൾ എന്ത് നടത്തിയാലും കേരളത്തിലെ ജനസമൂഹം ഈ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗവും ഈ പറയുന്ന കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിക്കെതിരായിട്ട് പാർട്ടി മെമ്പേഴ്സ് വരെ വോട്ട് ചെയ്തു. പലരുമായിട്ട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളങ്ങനെ ചെയ്യാൻ കാരണം? അവരുടെ മറുപടി വളരെ വ്യക്തമായിരുന്നു. കാരണം കുറേ ആളുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ഇനി അടിമവേല ചെയ്യാൻ താല്പര്യമില്ല. തന്നെയുമല്ല, നമ്മളെ പഠിപ്പിച്ച മതേതരത്വത്തിൽ നിന്ന് ഈ പാർട്ടി വഴിമാറി. ഇനിയിപ്പോൾ ഇതിനോടൊപ്പം സഞ്ചരിച്ചതിന് എന്താ അർത്ഥം ഇരിക്കുന്നത്? അവർ വഴിമാറിപ്പോയിരിക്കുന്നു. ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ അനുഭവം കൊണ്ടും സാധാരണ മനുഷ്യരുമായിട്ട് ഇടപെടുന്നതുകൊണ്ടും എൻ്റെ ഡിബേറ്റിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു ബോധ്യമെന്ന് പറയുന്നത്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടാവും, വലിയൊരു മുന്നേറ്റം CPM-നോടുണ്ടാവും, BJP ഉണ്ടാവും. ആ BJP-യുടെ മുന്നേറ്റത്തിനോടൊപ്പം എന്തെങ്കിലും നേടാനായിട്ട് വന്ന ഒരാളല്ല ഞാൻ. കാരണം കേരള അനിവാര്യമായ മാറ്റം BJP-യിലൂടെ വരും. പുതിയ തലമുറ BJP-ക്കൊപ്പം ചിന്തിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളും അതിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള ജനങ്ങൾക്ക് നൽകുന്ന പ്രത്യാശയും അതിൻ്റെ വികസന ചിന്താഗതികളും വളരെ ഡൈനമിക്കായിട്ടുള്ള നേതൃത്വത്തിനെയും പുതിയ തലമുറയിൽ 90% ആൾക്കാർ അംഗീകരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അത് വളരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റം ഉണ്ടാവും. മധ്യ തിരുവിതാംകൂറിൽ BJP-ക്കെതിരെ അനുകൂലമായിട്ട് വലിയൊരു തരംഗം ഉണ്ട്. ആ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കും. എന്നാൽ എനിക്ക് യാതൊരു സംശയവുമില്ല, കേരളത്തിൽ ചരിത്രപരമായ രീതിയിലുള്ളൊരു വിജയം നിയമസഭയിലേക്ക് BJP നേടിയെടുക്കും. അതിനോടൊപ്പം ഒരു സഹയാത്രികനായി ഞാനും ഉണ്ടാവും. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഈ LDF വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടത്. സ്വർണ്ണക്കൊള്ള പോലെയുള്ളൊരു വിഷയത്തിൽ നയപരമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം സ്വർണ്ണക്കൊള്ളയിൽ ഈ പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതാക്കളിൽ ഒരാൾ 30 വർഷത്തോളം പത്തനംതിട്ട പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, 40 വർഷമായിട്ട് ജില്ലാ കമ്മിറ്റി മെമ്പർ, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നൊരു വ്യക്തി, മുൻ MLA, അദ്ദേഹത്തിനെ പോലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാത്തത് ഈ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള അപമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾക്കത് വളരെ വ്യക്തമായിരുന്നു. പാർട്ടിക്കാർ വരെ ചോദിക്കുമായിരുന്നു, PP ദിവ്യ എന്നും പറയുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യയെ അവരുടെ ഭാഗത്ത് ഒരു തെറ്റായ സമീപനം ഉണ്ടായെന്നുള്ള ഒറ്റ കാര്യത്തിൽ അവരെ പാർട്ടിയുടെ ബ്രാഞ്ചിലേക്ക് തരംതാഴ്ത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുങ്കൊള്ളയ്ക്ക് അറസ്റ്റ് ചെയ്ത പത്മകുമാറിനെ ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നടപടി സ്വീകരിച്ച് പുറത്താക്കുകയോ അല്ലെങ്കിൽ തക്കതായ രീതിയിലുള്ള ശിക്ഷ നൽകുകയോ ചെയ്ത് അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് തിരിച്ചെടുക്കട്ടെ. അപ്പോൾ എന്തിനാണ് അയാളെ സംരക്ഷിക്കുന്നത്? അത് വലിയ രീതിയിലുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. കാരണം ശബരിമല എന്ന് പറയുന്നത് വിശ്വാസത്തിനും ഒക്കെ അപ്പുറമായിട്ട് കേരളത്തിലെ ജനങ്ങളിൽ ആ ശബരിമല എന്ന് പറയുന്ന ആ മതസ്ഥാപനം, ആ ക്ഷേത്രം നൽകിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ളൊരു ക്ഷേത്രത്തിൻ്റെ കഴുക്കോൽ വരെ ഒരു കൊള്ളയടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങളെന്താ ഈ പറയുന്നത്? ഇവിടുത്തെ ചാനലുകളിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ പറയുന്നത് 159 ഗ്രാം, 500 ഗ്രാം, അല്ലെങ്കിൽ ഇന്ന് ആ രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. അവിടെ വിജയമല്യ സമർപ്പിച്ചിരിക്കുന്ന 30.5 കിലോയാണ്. ആ 30.5 കിലോ സ്വർണ്ണം അടിച്ചെടുത്തുകൊണ്ട് പോയി. അതുകൂടാണ്ട് തന്നെ അവിടുത്തെ വാതിൽപ്പടികൾ, ദ്വാരപാലക ശില്പങ്ങളിൽ ക്ലാഡ് ചെയ്തിരിക്കുന്ന സ്വർണം, ഇതെല്ലാം കൊണ്ടുപോയിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്താ പറയുക, പോലീസിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും അവിടുത്തെ സകല രീതിയിലുള്ള സംവിധാനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് കവർന്നുകൊണ്ട് എടുത്തിരിക്കുന്നൊരു കഥ നിങ്ങൾ ലോകത്തിലൂടെ കേട്ടിട്ടുണ്ടോ?
ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊള്ളയടിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് പാരീസിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ബാങ്കിലാണ്. 4 വർഷം കൊണ്ടൊരു തുരങ്കം ഉണ്ടാക്കി അതിനകത്ത് കയറിയിട്ടാണ് ഏറ്റവും വലിയ കൊള്ള നടത്തിയത്. അതും പ്രത്യക്ഷത്തിലല്ല, ഇത് പ്രത്യക്ഷത്തിൽ തട്ടിക്കൊണ്ട് പോയിരിക്കും. ആരാനും കൂട്ടുനിന്ന് ഈ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും അതുമായിട്ട് ബന്ധപ്പെട്ടവരും. അതിൽപ്പെട്ടവരെ പാർട്ടി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് കേരളത്തിലെ CPM പ്രവർത്തകർക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നത്? അത് ഒരിക്കലും ദഹിക്കത്തില്ല. അത് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. അത് യാതൊരു തർക്കമില്ല കാര്യത്തിൽ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വരും വർഷങ്ങളിൽ കൃത്യമായ മുന്നേറ്റം BJPക്ക് ഉണ്ടാകുമെന്ന ബോധ്യത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ചുവടുമാറ്റമല്ലേ? ആ ബോധ്യം മാത്രമല്ല, ആശയപരമായി അടുത്ത തലമുറ കേരളത്തിൽ ജീവിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിനെ കൊണ്ട് UDF-നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർ തമ്മിലടിച്ച് നമ്മളെ എന്നും വാർത്തകളിലൂടെ നമ്മുടെ മനസ്സിനെ ബ്രെയിൻ വാഷ് ചെയ്ത് രാഷ്ട്രീയ അടിമകളാക്കി, രാഷ്ട്രീയത്തിൻ്റെ വിത്തുകാളകളാക്കി കേരളത്തിലെ ജനങ്ങളെ മാറ്റിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായിരുന്നു. നിർഭാഗ്യവശാൽ അതിനോടൊപ്പം സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആശയപരമായിട്ടും നാളുകളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ഈ രാജ്യത്തിന് നൽകുന്ന വലിയ സംഭാവനകളുടെ ഒരു എളിയ പ്രവർത്തകനായി ഇതിനോടൊപ്പം യാത്ര ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ഒറ്റ രാത്രി കൊണ്ട് ആശയം മാറിയത് ശരിയാണെന്ന് നിങ്ങൾ ചോദിച്ചു എന്നൊന്നും ഒരർത്ഥവുമില്ല. ആശയങ്ങൾ മനസ്സിൽ വരുമ്പോൾ ശരിയെന്ന പക്ഷത്തേക്ക് മനുഷ്യൻ ഒരു സെക്കൻഡോട് മാറാം. നിങ്ങളുടെ മുമ്പിൽ പകലുള്ള സൂര്യൻ എവിടെയെങ്കിലും ഒരു മറയിൽ, ഒരു മരത്തിൻ്റെ മറയിലോ അല്ലെങ്കിൽ ഒരു ഗുഹയിലോ പോയി ഇരുട്ടാകുമ്പോൾ നിങ്ങൾ ആ ഇരുട്ടത്ത് കാണുന്നതിനേക്കാളും ഉള്ള വസ്തുതകൾ ഒരു നിമിഷം കൊണ്ട് വെളിച്ചത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ്സ് ഓൾ. കൃത്യമായിട്ടുള്ളൊരു മാറ്റം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ വേണമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് റെജി ലോക്കോസ്. ക്യാമറമാൻ ബിജുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.